तुझे छोड़कर जाया सपने जाया अपने जाया मेरी जिंदगी है जाया सपने जाया अपने जाया मेरी हर खुशी है जाया सपने जाया अपने जाया मेरी चाहते हैं जाया सपने जाया अपने जाया मेरी हर खुशी റീനു എനിക്ക് എൻ്റെ ഫസ്റ്റ് ബേബിയാണ്. കാരണം ഞാൻ പ്രസവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ ആദ്യം എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ബേബിയാണ് അവൾ. എനിക്ക് ആളുടെ അടുത്ത് കല്യാണം ഒരു പാർട്ട്ണർ ഫീല് ഫസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടു, സംസാരിച്ചു, മെസ്സേജൊക്കെ അയച്ചു തുടങ്ങി. മെസ്സേജ് അയച്ചു, ആളിൻ്റെ ഒരു വൈബാണോ ഒന്നും അറിയില്ല. നമ്മൾ സംസാരിച്ചു തുടങ്ങി. നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ ആളൊരു ഏതോ ഒരു ഇതിലാണെന്നുള്ളത്. അപ്പോൾ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇപ്പം ഇന്നും നമ്മൾ ഉണ്ടാക്കി വളരെ എക്സ്ട്രീം ആയിട്ടുള്ള. അപ്പോൾ ഞാൻ ഇപ്പം ചിന്തിക്കണതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കണത്. चल पड़ी ऐसा तो कभी हुआ ही नहीं मेरे दिल मुबारक हो यही तो प्यार है मेरे दिल मुबारक हो यही तो प्यार है. സുഹൈൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അടിപൊളിയായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. സുഹൈൽ മാത്രമല്ല കേട്ടോ, സുഹൈലിൻ്റെ വീട്ടിലുള്ള എല്ലാവരും, ഉമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും ഉപ്പയാണെങ്കിലും അനിയനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. അവർക്ക് എന്താ പറയുക, കൂടെ എല്ലാവരും കൂടെ വേണം, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയാണ്. പക്ഷേ സുഹൈൽ, നിനക്ക് ഞാനൊരു വാർണിംഗ് തരികയാണ്. അവൾ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ്. അത് നീ വിചാരിക്കുന്ന തരത്തിൽ അത്ര സിമ്പിളായിട്ടുള്ള ആളൊന്നുമല്ല. ഇമോഷണലി അവൾ അത്രയും അറ്റാച്ച്ഡ് ആണ്. സോ ഡീൽ ചെയ്യുമ്പോൾ ബി കെയർഫുൾ. കാരണം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവളുടെ അടുത്ത് പറയാം. ऐसा लगता है क्यों तेरी आंखें जैसे आंखों में मेरी रह गई कभी पहले मैंने ना सुनी जो ऐसी बातें कह गई तू ही तू है जो हर तरफ मेरे तो तुझसे परे मैं जाऊं कहाँ. അവൾ സ്നേഹിക്കുന്ന ആളുകളെ അവൾ എങ്ങനെ കൊണ്ട് നടക്കുക എന്നുള്ളതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. കാരണം എന്നെ അവൾ എങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത്, ശരിക്കും ഒരു മദറിൻ്റെ സ്ഥാനത്തുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്നെ പോലും ചിലപ്പോൾ ഒരു കുട്ടികളെ കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടക്കുന്നുണ്ട് അവൾ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ലൈഫ് പാർട്ട്ണർ, ഒരിക്കലും വൈഫ് എന്നോ ഹസ്ബൻഡ് എന്നോ അങ്ങനെ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്യുവർ ലൈഫ് പാർട്ട്നേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് കോമൺ ഫാക്ടേഴ്സ് വരും. ചിലപ്പം കുറേ കാലങ്ങളൊക്കെ എടുക്കും നിങ്ങൾ തമ്മിൽ സിങ്കായിട്ട് വരാനൊക്കെ. പക്ഷെ ആ സിങ്ക് ഒരു സെക്കൻഡിൽ നീ നേടിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് അവളെ നഷ്ടപ്പെടുത്തേണ്ടി വരില്ല. ഹാറ്റ്സ് ഓഫ്.